എല്ലാ മെറ്റീരിയൽസിനും ഇച്ചിരി വെള്ളം തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി. ആ വെള്ളം തന്നെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉണക്കിയെടുക്കാമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കുരുമുളകൊക്കെ ആദ്യം നല്ല ഗ്രീനിഷ് കളറായിരിക്കും, പിന്നെ അത് ഉണക്കിയെടുത്താലും നമുക്ക് അതിന് വാല്യൂ ഉള്ളൂ. അപ്പോൾ ഏത് ഐറ്റംസിൻ്റെ റോ മെറ്റീരിയലിന് വാല്യൂ കമ്മിയായിരിക്കും, അത് ഉണക്കിയെടുത്താൽ നല്ലപോലെ വാല്യൂ ഉണ്ടാവും, അതിൻ്റെ റേറ്റ് നല്ല കൂടും. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു മെഷീനാണ് ഈ ഇലക്ട്രിക് ഡ്രയർ. അതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കി നോക്കാം. ഉള്ളിൽ കാണുന്നത് ഈ ഒരു ഫാൻ കണ്ടില്ലേ, ഈ ഒരു ഫാനുണ്ട്, തൊട്ടപ്പുറത്ത് ഒരു ഹീറ്ററുണ്ട്. ഈ ഹീറ്റർ നമ്മൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് കാരണം ചൂടാവും. ഒരു ഹീറ്റർ ഇവിടെ ഉണ്ട്, ഒരു ഹീറ്റർ ഈ എലമെൻറ്റ് മുകളിൽ അതിന് കറണ്ട് കണക്ഷൻ ഉണ്ട്. രണ്ടാമത്തെ മൂന്നാമത്തെ 3 ഹീറ്ററാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആ ഹീറ്റർ കറണ്ട് കൊടുത്ത് എന്താവും, നല്ല പോലെ ചുട്ടു കൊഴുക്കും, നല്ല ചൂടാവും. ആ ചൂടിനെ നമ്മൾ ഈ ക്യാബിനറ്റിലേക്ക്, ഈ കാണുന്ന ഈ ക്യാബിനറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഫാന്. ആ ഫാനും അപ്പോൾ സെപ്പറേറ്റ് ഇലക്ട്രിക് സപ്ലൈ കൊടുക്കുന്നുണ്ടാവും. ഹീറ്റർ എപ്പോൾ ഓൺ ആവുന്നു അതേ സപ്ലൈനെ ഫാനിൽ കൊടുക്കും. അപ്പോൾ ഹീറ്റർ ഓൺ ആകുമ്പോൾ ഉടനെ എന്ത് ചെയ്യും, ഫാന് ആ ചൂടിനെ ഇങ്ങോട്ട് ക്യാബിനറ്റിലേക്ക് ഇടാൻ തുടങ്ങും. അതിൻ്റെ ആ ബ്ലേഡിൻ്റെ കർവിൻ്റെ പ്രത്യേകത കണ്ടോ നിങ്ങൾ, ഫാനിൻ്റെ പവർ ഓൺ ആക്കി നോക്കാം. ഹീറ്റർ കണ്ടില്ലേ, ഇപ്പോൾ ഫാനും ഹീറ്ററും ഓൺ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഹീറ്റർ ഓൺ ആകുമ്പോൾ നല്ലപോലെ കളർ മാറത്തൊന്നുമില്ല, നമുക്ക് തൊട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും. കണ്ടില്ലേ, മുന്നിലോട്ടാണ് ഇതിൻ്റെ ആ ഫ്ലോ വരുന്നത്, എയർ ഫ്ലോ വരുന്നത്. അപ്പോൾ അത് ചൂടാകുമ്പോൾ നമ്മുടെ ആ ഹീറ്റർ എന്നുള്ള ചൂട് എന്ത് ചെയ്യും, ഫാൻ ഈ ക്യാബിനറ്റിൽ എത്തിക്കും. മുന്നിലോട്ടാണ് അതിൻ്റെ എയർ ഫ്ലോ. അതാണ് അതിൻ്റെ ബ്ലേഡിൻ്റെ കർവേച്ചറിൻ്റെ പ്രത്യേകത. നമുക്ക് ഓഫ് ആക്കാം. അപ്പോൾ ഒരു ഹീറ്ററും ഫാനും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഐറ്റംസ് എല്ലാം ഉണക്കിയെടുക്കാം അല്ലേ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇപ്പോൾ ചില ഐറ്റംസ് ഇച്ചിരി ചൂട് ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങും, ചിലത് ഇപ്പോൾ കനം കുറവുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഒരു കുറച്ച് നേരം തട്ടി കഴിഞ്ഞാൽ ഉണങ്ങും. ചില ഐറ്റംസ് ഒരുപാട് നേരം ചൂട് കൊടുത്താൽ മാത്രമേ ഉണങ്ങത്തുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ പ്രീഡിറ്റർമിൻ ചെയ്ത ടെമ്പറേച്ചർ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഹീറ്റർ ഓഫ് ചെയ്യണം, ഫാനും ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ സാധനം കരിഞ്ഞു പോകും, അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു അറേഞ്ച്മെൻറ്റ് കൂടി വേണം. സപ്പോസ് ഒരു ഹീറ്ററും ഫാനും ഉണ്ടെങ്കിൽ നമുക്കൊരു ഡ്രയർ ഉണ്ടാക്കാം, പക്ഷേ ഒരു കൺട്രോളിംഗ് മെത്തേഡും കൂടി വേണം. ആ കൺട്രോളിംഗ് മെത്തേഡാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഫ്രിഡ്ജിലും എ സിയിലും എല്ലാം കാണുന്ന തെർമോസ്റ്റാറ്റിക് സ്വിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതാണ് തെർമോസ്റ്റാറ്റിക് സ്വിച്ചിൻ്റെ സെൻസിങ് ബൾബ്. ഇതിൽ ഒരു റെഫ്രിജറൻറ്റിൻ്റെ ഫ്ലൂയിഡ്, ഒരു ലിക്വിഡ് ഉണ്ടാവും. ആ ലിക്വിഡ് ചൂടെടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇയാൾ തിളക്കാൻ തുടങ്ങും. തിളച്ച് കഴിഞ്ഞാൽ ഇത് നേരെ ആ തിളക്കണ പ്രഷർ എന്ത് ചെയ്യും, ഈ തെർമോസ്റ്റാറ്റിക് സ്വിച്ചിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ സ്വിച്ച് തിളക്കല്ലേ, അപ്പോൾ അതിൻ്റെ ആ മർദ്ദം കാരണം എന്ത് ചെയ്യും, ഈ സ്വിച്ച് അടിയിലേക്ക് വന്നിട്ട് ഈ സ്വിച്ച് ഓൺ ആവും. ഈ സ്വിച്ച് ഓൺ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, സ്വിച്ച് ഓൺ ആകുമ്പോൾ നേരെ ഈ സ്വിച്ചിൽ നിന്ന് 2 കണക്ഷൻ പോകുന്നുണ്ടല്ലേ, ഈ 2 വയർ, ഇത് ആ തെർമോസ്റ്റാറ്റിക് സ്വിച്ചിൽ നിന്നാണ് പോകുന്നത്. അത് നേരെ പോകുന്നത് മോട്ടറിലേക്കുള്ള കണക്ഷൻ കട്ട് ഓഫ് ചെയ്യും. മോട്ടർ എന്ന് മീൻസ് നമ്മുടെ ഫാനും ഓഫ് ആവും, ഹീറ്ററും ഓഫ് ആവും. കാരണം ഫാനുക്കും ഹീറ്ററിനും ഒരേ കണക്ഷനാണ് പോകുന്നത്. കണ്ടോ, ഒരേ കണക്ഷനാണ് ഫാനുക്കും ഹീറ്റർക്കും പോകുന്നത്. ഇതിൽ നമ്മുടെ ഹീറ്ററിലേക്കും ഫാനിലേക്കും കണക്ഷൻ പോകുന്നത്, ഫേസ് പോകുന്നത് ഇവിടെ നിന്നാണ്. ഈ കൺട്രോൾ സ്വിച്ചിൻ്റെ തെർമോസ്റ്റാറ്റിൻ്റെ ഒരറ്റത്ത് ഫേസ് വന്ന് നിൽക്കുന്നുണ്ടാവും, മറ്റേ അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് പോകും, നമ്മുടെ ഫാനിലേക്കും ഹീറ്ററിലേക്കും പോകും. അപ്പോൾ ആദ്യം നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്വിച്ച് ആയിരിക്കും അത്. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ എത്തുന്നത് വരെ എന്ത് ചെയ്യും, കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കും. ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ 60 ഡിഗ്രിയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ 60 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ സ്വിച്ച് നല്ല ഓഫ് ആവുകയാണ് ചെയ്യുക. ആ ഓഫ് ആകാൻ സഹായിക്കുന്ന ആളാണ് ഇതിൻ്റെ സെൻസിങ് ബൾബ് കണ്ടില്ലേ, നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ലേ. ഇയാൾ ആദ്യം സ്വിച്ച് ഓൺ ആണ്, അപ്പോഴാണ് ഹീറ്ററിലേക്കും ഫാനിലേക്കും എന്ത് ചെയ്യുക, ഇത് പോവുക. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കി നോക്കാം. ആദ്യം സ്വിച്ച് ഓൺ ആക്കി, ടെമ്പറേച്ചർ ഞാനിപ്പോൾ സെറ്റ് ചെയ്തിരുന്നത്, ഇപ്പോൾ ഫാൻ ഓൺ ആയിട്ടോ, ഇപ്പോൾ ഫാൻ ഓണായി. ടെമ്പറേച്ചർ ഞാൻ സെറ്റ് ചെയ്യുന്നത് 30ലേക്ക് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കൈ ഞാൻ എന്ത് ചെയ്തു, അല്ലേ ഇവിടെ മുറുക്കി പിടിച്ച്, അപ്പോൾ എൻ്റെ കൈയിൻ്റെ ടെമ്പറേച്ചറും കൂടി എന്ത് ചെയ്യും, ഇങ്ങോട്ട് എത്തും. ഇത് തിളച്ച് വരാനുള്ളൊരു ഒരു ഇത് വേണം, ആ ഒരു ടൈം വേണം. വേണമെങ്കിൽ കൈ ഒന്നുകൂടി ഞാൻ ചൂടാക്കിയിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടി വെച്ച് നോക്കാം. അപ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് സാധനം കട്ട് ഓഫ് ആവും. അപ്പോൾ നമ്മുടെ ഈ സെൻസിങ് ബൾബിൽ ഒരു ലിക്വിഡ് ഉണ്ടായിരിക്കും, റെഫ്രിജറൻ്റ് ലിക്വിഡോ അല്ലെങ്കിൽ ഓട്ടോമൊബൈലൊക്കെ ആണെങ്കിൽ വാക്സ് പല്ലറ്റൊക്കെ ഉണ്ടായിരിക്കും. അതായത് ഉരുകും. ഈ ലിക്വിഡ് ചൂട് കൂടുമ്പോൾ എന്ത് ചെയ്യും, ഇയാൾ ഉരുകിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ നേരെ ഈ സ്വിച്ചിൻ്റെ മുകളിലോട്ട് ഒരു പ്രഷർ ഉണ്ടാക്കുക ചെയ്യുക. അപ്പോൾ പ്രഷർ ഉണ്ടാക്കുമ്പോൾ സ്വിച്ച് ആദ്യം ക്ലോസ് ആയ സ്വിച്ച് എന്ത് ചെയ്യും, പിന്നെ ഓഫ് ആവും, ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. കണ്ടത് തിളച്ചിട്ട് എന്ത് ചെയ്തു, ആ ലിക്വിഡ് അവിടെ പോയിട്ട് പ്രഷർ ഉണ്ടാക്കി. അതുകൊണ്ടാണ്. അപ്പോൾ നന്നായി രാവിലെ ആവുകൊണ്ടാണ് ഇച്ചിരി തണുപ്പ്. നമുക്ക് ചൂടെത്തി കഴിഞ്ഞാൽ ഉടനെ സാധനം ഓഫ് ആവും. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് 30ലേക്ക് ഇനിയും ഇത്തിരി കൂടുതലുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് അയച്ചു വെക്കാം. അപ്പോൾ നന്ന രാവിലെയാണ്, ഇച്ചിരി ചൂട് 20 സംതിങ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെക്കാം. ഇതാകുമ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് എന്ത് ചെയ്യും, സാധനം കണ്ടില്ലേ, സാധനം കട്ട് ഓഫ് ആയി കണ്ടില്ലേ.
ഓക്കെ ആണോ? കണ്ടോ, ഫാൻ ഓഫ് ചെയ്തു, പവർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഫാൻ ഓഫായി, ഹീറ്റർ ഓഫായി. കാരണം എന്തുകൊണ്ടാ, ഇതിലെ ദ്രാവകം ലിക്വിഡ് എന്ത് ചെയ്തു, തിളച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോയി ഈ സ്വിച്ചിനെ ഓഫാക്കി. ഇനി ഞാൻ എന്ത് ചെയ്തു, ഒരു 30 ഉള്ളത് ഞാൻ എന്ത് ചെയ്തു, ഒരു 40 ആക്കിയപ്പോൾ മെഷീൻ എന്ത് ചെയ്തു, വീണ്ടും ഓണായി. ഓക്കെ ആണോ? ഞാൻ എന്ത് ചെയ്തു, ഒന്നുകൂടി ഓഫാക്കുകയാണേ. സാധനം കണ്ടില്ലേ, കട്ട് ഓഫ് ആയത് കണ്ടില്ലേ? വർക്കിംഗ് മനസ്സിലായോ? ഒരുപാട് ടൈപ്പ് സെൻസിബിൾ ബൾബും സ്വിച്ചുകളൊക്കെ ഉണ്ട്. ഇലക്ട്രോണിക് ടൈപ്പ് തെർമോസ്റ്റാറ്റ് ഉണ്ട്, സബ് സീറോ എന്ന് പറയും. പിന്നെ ഓട്ടോമാറ്റിക് ഉണ്ട്, പിന്നെ ഇതുപോലെ മാനുവലുണ്ട്. പിന്നെ നമ്മുടെ ഓട്ടോമൊബൈൽ റേഡിയേറ്ററിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സെയിം സാധനം. ഇപ്പോൾ ടെമ്പറേച്ചർ ആയപ്പോൾ എന്ത് ചെയ്തു, സാധനം കട്ട് ഓഫ് ആയി, ഹീറ്റർ കട്ട് ഓഫ് ആയി. ഹീറ്ററിന് സൗണ്ട് വരുന്നുണ്ടല്ലേ. അക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കൊടുക്കില്ല, അതിൻ്റെ ഉള്ളിൽ വെള്ളം തന്നെ ഉണ്ടല്ലോ, അത് ഒഴിവാക്കണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഡ്രയർ മാത്രമേ സക്സസ്ഫുൾ ഉള്ളൂ. ജസ്റ്റ് ചൂട് കൊടുക്കൽ ആർക്കും കഴിയും. ജസ്റ്റ് നമ്മൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ചൂടാവും. നമുക്കതിനെ ഹ്യൂമിഡിറ്റി, ആ വെള്ളം തന്നെ, ആ വാട്ടർ പേപ്പറിൻ്റെ കണ്ടന്റ് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന സെറ്റപ്പാണ്. നമുക്കറിയാം അല്ലേ, ചൂട് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൽ ഏത് സാധനത്തിലുള്ള വെള്ളം നനവ് എന്ത് ചെയ്യും, നീരാവിയായിട്ട് എന്ത് ചെയ്യും, മുകളിലോട്ട് പൊന്തും. ആ മുകളിലോട്ട് പൊന്തുമ്പോൾ, അതായത് നീരാവി നമ്മൾ ചായ തിളക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു 100 ഡിഗ്രി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തിളച്ച് നീരാവി വാട്ടർ പേപ്പർ എന്ത് ചെയ്യും, മുകളിലോട്ട് പൊന്താൻ തുടങ്ങും. അതേപോലെ ഇതിലും എന്ത് ചെയ്യും, ചൂടായി കഴിഞ്ഞാൽ അതിലുള്ള വെള്ളം കണ്ടന്റ്, വാട്ടർ പേപ്പറിൻ്റെ കണ്ടന്റ് എന്ത് ചെയ്യും, മുകളിലോട്ട് പോകാൻ തുടങ്ങും. മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ഓപ്പണിംഗ് കണ്ട, ഈ ക്യാബിനറ്റിൻ്റെ നേരെ മുകളിൽ ഒരു ഓപ്പണിംഗ് കണ്ടില്ലേ, അവിടെ ഒരു സപ്പോസ് ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. ഫാൻ ഇല്ലെങ്കിൽ കൂടി എന്ത് ചെയ്യും, നമ്മൾ നേരെ ഇത് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നേരെ ആ വാട്ടർ പേപ്പറിൻ്റെ കണ്ടന്റും ചൂടും എന്ത് ചെയ്യും, മുകളിലോട്ട് പോകും. ചൂടുള്ള വാട്ടർ പേപ്പർ നേരെ മുകളിലോട്ട് പോകും. അങ്ങനെയാണ് അത് ഉണക്കിയെടുക്കുക. ഇനി സപ്പോസ് ഈ ഫാൻ കൂടി വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് കണ്ടോ, ഫാൻ ഫോഴ്സ്ഡ് ആയിട്ട് സക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി ഇതിലുള്ളിലുള്ള മുഴുവൻ ചൂടുള്ള സാധനത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തോട്ട് തള്ളിവിടാനാണ് ആ ഫാൻ. നമുക്കത് ഓണാക്കി നോക്കാം. പവർ ഓണായി. പവർ ഓണാകുമ്പോൾ നമ്മൾ ആ ഫാനും ഹീറ്ററും കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു അറേഞ്ച്മെൻറ്റ് കണ്ടിട്ടുണ്ട് അല്ലേ, നമ്മളെ ഈ റെഡും ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ കണ്ടോ നിങ്ങൾ, ഫാന് നമ്മൾ ഓണല്ല. ഫാൻ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് സ്വിച്ച് ഉണ്ട് ഇവിടെ. ആ സെപ്പറേറ്റ് സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ ഫാൻ എടുത്തു. ഈ ഫാനിനകത്ത് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പിന്നിലോട്ടാണ് എന്ത് ചെയ്യുക, എയറിന് എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് എയറിനെ സക്ക് ചെയ്തെടുക്കുക ചെയ്യുക. നമുക്ക് നോക്കി നോക്കാം. സക്ക് ചെയ്തെടുത്തിട്ട് ഇയാൾ എന്ത് ചെയ്യും, നേരെ ഇതുവഴി വിടുക ചെയ്യുക. നമുക്ക് നോക്കി നോക്കാം. കണ്ടോ, എയർ നേരെ പിന്നിലോട്ട് തള്ളി വിടുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടുന്ന് ചൂടിനെ എടുത്തിട്ട് ഇയാൾ എന്ത് ചെയ്യും, നേരെ നമ്മുടെ അന്തരീക്ഷത്തേക്ക് തള്ളിവിടും. അപ്പോൾ ഈ ക്യാബിനറ്റിൽ ഈ സ്ഥലത്തിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, ചൂടും വാട്ടർ വേപ്പറും പുറത്തോട്ട് പോകും. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. നമുക്കിതിൽ കറണ്ട് ലാഭിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം.